എടാ നീ എന്താ ഫോൺ സെൻഡാക്കി വെച്ചിരിക്കുന്നത്? ലച്ചൂസ് നിന്നെ കുറെ തവണ വിളിച്ചു. ഇതാ എന്റെ ലൈനിലുണ്ട്, സംസാരിക്കും. ഇതേപോലുള്ള ശല്യം വിളിക്കുന്ന പറഞ്ഞിട്ട് തന്നെ. അല്ല ലച്ചൂസ് ശല്യം നിനക്ക്? അവളെ കേട്ടിട്ടുണ്ടാവും. സംസാരിക്കും. ചേച്ചി മുത്ത എന്തടാ? പിന്നെ ഉറങ്ങണ്ടേ? രാത്രി ഉറക്കം കിട്ടില്ല. കാര്യം പറയേച്ചി, എന്തൊരു വിളിച്ചേ? മേടിയില് അതാണെങ്കിൽ മേടിച്ചാ പോരെ? പാറു ആടെ കാണും. അത് അവളുടെ കൂട്ടുകാര് പിള്ളേർ സെറ്റെല്ലാം അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഓ പുറത്ത് കളിക്കുന്നുണ്ടാവും. ആ ഓ കൊടുക്കാം. പോണ് പോണ് പാറു. പാറു കാണാനില്ല. അതിപ്പം എല്ലാരും കൂടെ കളിക്കാൻ പോയി കാണും. അപ്പുറത്തോട്ടുമല്ലോ പിള്ളേരുടെ കാര്യം. ഓ വരുമ്പോ ഞാൻ വിളിക്കാം. ശരി. ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റോ? ആ അല്ല അമ്മൂമ്മ പാറിനെ കണ്ട? ഇല്ല, കണ്ടില്ല. കണ്ടില്ലേ? ഇല്ല. എടാ കുറച്ചു മുമ്പ് നീ അവിടെ കിടന്ന് ഉറങ്ങിയില്ലയോ? അപ്പൊ അവിടെ വന്ന് നോക്കി നിൽക്കുന്ന കണ്ടു. എന്നിട്ട് പിള്ളേരുടെ കൂടെ പുറത്തോട്ട് പോയി. എന്താടാ ഇത്? മുങ്ങിയത് തന്നെ, എല്ലാം കൂടെ മുങ്ങി. മുങ്ങിയതാ? ഓ എങ്ങോട്ട് മുങ്ങാൻ? അപ്പൂപ്പൻ താടി മരം കാണാൻ. ആ അളിയാ, എന്റെ അടുത്ത് നേരത്തെ വന്ന് അവള് ചോദിച്ച്, ചേട്ടാ ഇന്നോട് നമ്മളെല്ലാടെ അപ്പൂപ്പൻ താടി മരം കാണാൻ പോക്കോട്ടെ. ഞാൻ പറഞ്ഞു പോണ്ടെന്ന് പറഞ്ഞു. അല്ല എങ്ങടാ പോയേ? പാറമട സൈഡിലോട്ട്. അങ്ങോട്ടോ? ആ അയ്യോ എടാ, അതാ നീ മുമ്പേ ഉറങ്ങിയപ്പോഴേ ഇങ്ങനെ പാത്ത് നോക്കിയിട്ട് പോയത്. നീ ഉറങ്ങി നോക്കിയതായിരിക്കും. കൺഫേം ചെയ്തതാ. എടാ നീ എന്ത് നോക്കിക്കൊണ്ടിരിക്കുന്ന? ചെല്ല്, രണ്ടെണ്ണം കൊടുത്ത് വിളിച്ചോണ്ട് വാ. ആ ലച്ചൂസേ, ഇല്ല പാറു ഫ്രണ്ട്സിന്റെ കൂടെ അപ്പൂപ്പൻ താടി മരം കാണാൻ വേണ്ടി പോയത്. ആ അല്ല അവനിപ്പോ വിളിച്ചോണ്ട് വരും. ആ നീ എന്തോ നോക്കിക്കൊണ്ടിരിക്കുന്നേ? പോയി വിളിച്ചോണ്ട് വാ കൊച്ചിനെ. അമ്മൂമ്മ, ഇത്രയും ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ പോയില്ലേ? ഒരു പേടിയില്ല, അതിന്റെ പ്രശ്നമാണ്. അമ്മൂമ്മ സാരി ഇരിക്കണം. എന്തിന്? അപ്പൂപ്പൻ താടിയുടെ മരം ഇവിടെ എവിടെയെങ്കിലും കാണും. കുറച്ചുകൂടി പോകുന്നൊക്കെ ഇവിടെയൊക്കെ തന്നെ കാണും. ഇനി അകത്തേക്ക് പോണ? പിന്നെ പോവാതെ എങ്ങനെ കാണും? നിങ്ങൾക്ക് ആർക്കെങ്കിലും പേടിയുണ്ടോ? എനിക്ക് പേടിയൊന്നുമില്ല. എനിക്ക് പേടിയില്ല. നിനക്കാ? ചെറുതായിട്ട്. ഇനി പേടിച്ചിട്ട് കാര്യമില്ല. ഇടി മറ്റേ മരണമില്ലാത്ത അമ്മൂമ്മ ഇവിടെ എവിടെയെങ്കിലും കാണുമോ? അങ്ങനൊന്നും ഇല്ല. അപ്പൂപ്പൻ താടി മരത്തിന്ന് ഉണ്ടാവുന്നെ. നീ ചുമ്മാ എന്നെയും കൊണ്ട് പേടിപ്പിക്കല്ലേ. പോവാല്ലേ? ബാ. എടാ, ഇവിടെ കാണും ഉണ്ടോ അപ്പൂപ്പൻ താടിയുടെ മരം? ഉണ്ടാവേണ്ടതാണെന്നാ നിന്റെ ഇടിച്ച് ശരിയാക്കിയിട്ടുണ്ടല്ലോ. നിന്റെ ഒറ്റ വാക്ക് കേട്ടിട്ടാണ് ഞങ്ങളൊക്കെ വന്നത്. എടാ, നീ തിരിച്ചോണ്ട വഴി നിനക്കറിയോ? നോക്കി നോക്കി പോവാ. നോക്കി പോവാം. പെട്ടല്ലേ. നീ മിണ്ടി പോരുത്. എന്താ മക്കളെ, അപ്പൂപ്പൻ താടി കാണാൻ വന്നതാണോ?
പാറേ മക്കളെ കയ്യ പറഞ്ഞ മക്കളെ പാറടാ പാറേ ചേട്ടാ പാറേ ചേട്ടൻ തമാശിക്കുന്നടാ മക്കളെ എടേ അമ്മ എന്നെ ചെയ്യല്ലേ, ഞാൻ പാവാണ്, എന്നെ ചെയ്യല്ലേ അമ്മൂമ്മ. മക്കളെ മോളെ പാറു വേണ്ട, ഒന്നുമില്ല, എന്റെ കുഞ്ഞിനൊന്നുമില്ല. എന്റെ കുഞ്ഞ് സമാധാനമായിട്ട് ഉറങ്ങിക്കോ. വേണ്ട, മക്കളുടെ അടുത്താണ്ട് കേശേട്ടൻ നിപ്പുണ്ട്, സിദ്ധുവളിയനുണ്ട്, ഗൗരിയമ്മായി ഉണ്ട്, കനകാന്റി ഉണ്ട്, എല്ലാരും ഉണ്ട്. മക്കള് സമാധാനമായിട്ട് ഉറങ്ങിക്കോ കേട്ടോ. ഒന്നുമില്ല എന്റെ കുഞ്ഞിന്. എടാ, നിന്നോട് പോയി പിള്ളേരെ വിളിച്ചോണ്ട് വരാനല്ലോ ഞാൻ പറഞ്ഞത്. കുഞ്ഞുങ്ങളെ പേടിപ്പിക്കാൻ ഞാൻ പറഞ്ഞായിരുന്നോടാ. പൊന്നമ്മ ഞാൻ അറിഞ്ഞോണ്ട് ചെയ്തതല്ലല്ലോ. ഞാൻ പിന്നെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പേടിപ്പിക്കാന്ന് വിചാരിച്ചൊരു ഫണ്ടിന് വേണ്ടി ചെയ്തതാണ്. ഇങ്ങനാവും ആരെങ്കിലും കണ്ട. ഇതാണോടാ നീ ചെറുതായിട്ട് പേടിപ്പിച്ചത്? ഞാൻ പറഞ്ഞില്ലേ അമ്മായി, ഞാൻ ഒരു ഫണ്ടിന് വേണ്ടി ചെയ്തതാണ്. അല്ലെങ്കിൽ ഈ വീട്ടിലുള്ള എല്ലാവർക്കും പേടിപ്പിക്കാൻ ഭയങ്കര ഉത്സാഹമാണല്ലോ. അല്ലെ, ഞാൻ ഒരു കാര്യം പറയാം, ഈ ചെറിയ കുട്ടികളെ പേടിപ്പിക്കുന്നൊന്നുമേ അത്ര നല്ല കാര്യമൊന്നും അല്ല. വലിയവരെയും എന്റെ പൊന്നളിയാ, സത്യം പറയാല്ല, എന്റെ ഒരു പൊട്ട ബുദ്ധിക്ക് വന്ന ഒരു ഐഡിയ ആയി പോയി. ഇത് അവളടുത്ത് ഞാൻ പറഞ്ഞാണ്, മക്കളെ അങ്ങോട്ട് പോവല്ലേ, അവിടെ ഒരു വാറമടയൊക്കെയാണ്, ചിലപ്പോൾ എന്തെങ്കിലും പറ്റുമെന്ന്. അപ്പൊ അവളെ കേട്ടില്ല. ഞാൻ വിചാരിച്ച ചെറുതായിട്ടൊന്ന് പേടിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ പിള്ളേർ അങ്ങോട്ട് പോകത്തില്ലല്ലോ എന്ന് വിചാരിച്ചങ്ങ് ചെയ്തു പോയതാ. അമ്മ എന്നെ ചെയ്യല്ലേ, ഞാൻ പാവാണ്. മക്കളെ ഒന്നുമില്ലടാ, ഒന്നുമില്ല. എന്റെ കുഞ്ഞ് ഉറങ്ങിക്കോ, ഒരു കുഴപ്പമില്ല എന്റെ കുഞ്ഞിന്. വേണ്ട ഇനിയിപ്പോ. അതെ, എല്ലാരും പുറത്തോട്ടൊന്ന് ഇറങ്ങി നിന്നേ, ഉറങ്ങട്ടെ. ഉറങ്ങി തെളിയുമ്പോ അങ്ങ് ശരിയായിക്കോളും, കുഴപ്പമൊന്നുമില്ല. ചില സമയത്തെ പൊട്ട ബുദ്ധിക്ക് ഓരോ തോന്നും. യശുവേ പോട്ട്, പനി മാറുമ്പോ അതങ്ങ് ശരിയാവും. இப்படியெல்லாம் ஆகும்னு அவன் கூட நினைச்சிருக்கவே மாட்டான். பாவம், அவனுக்கு ரொம்ப வருத்தம் இருக்கு. ഇച്ചിരി വിഷമിക്കട്ടെ. ഇനിയെങ്കിലും പിള്ളേരോട് ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ ഓർക്കണം, കൊച്ചിനെ പേടിപ്പിക്കാൻ നടക്കുന്നു. പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. അമ്മൂമ്മ ഞാനാ കാട്ടി കണ്ട അമ്മൂമ്മ കണ്ടി ഇവിടെ നിക്കുന്നു. ഉണ്ട് അമ്മൂമ്മ നോക്ക്. ഇല്ല പറഞ്ഞ ഇവിടെങ്ങും ഇല്ല. മക്കള് കണ്ണു തുറന്നേ, കയ്യൊന്നെടുത്ത് കണ്ണു തുറക്ക്, കണ്ണു തുറക്ക്. ഇവിടെ ഉണ്ടായിരുന്നാണല്ലോ. പറു തോന്നിയതായിരിക്കും. അല്ല, ഏയ് സത്യമായിട്ടും ഇല്ല. ഞാൻ ഇത്ര നേരം ആളതിന്റെ കൂടെ ആയിരുന്നല്ലേ. അതിന്റെ ഇടയ്ക്ക് ഡ്രസ് ചേഞ്ച് ചെയ്ത് വരാനുള്ള ടൈം ഗ്യാപ്പ് ഒന്നും കറക്റ്റ് ആവൂല. അല്ലെന്ന് ഞാൻ ഇല്ല. பாரு, இங்க யாரும் இல்ல. உனக்கு நான் புட்டும் கடலையும் எடுக்கட்டா? എന്തൊരു കനകാന്റി, ഈ സിറ്റുവേഷനായിട്ട് ഒരു മാച്ച് ആവത്തില്ലല്ലോ. என்னடா இது, அவ சின்ன புள்ள தானே, பசிக்கும்ல. എനിക്കൊന്നും വേണ്ട എന്റെ അമ്മൂമ്മ. ഞാൻ ശരിക്കും കണ്ട ആ അമ്മൂമ്മ ഇവിടെ നിക്കുന്നത്. യശുവേ നല്ല പേടി തട്ടിട്ടുണ്ട് കേട്ടാ കുട്ടിക്ക്. இனி அம்மா என்ன செய்வோம்? നമുക്കേ ഒരു സിദ്ധനെ കണ്ട് ഒരു ചരട് ജപിച്ച് കിട്ടിയാലോ? അതിന്റെ ആവശ്യമൊന്നുമില്ല. നമുക്കേ ഒരു ഡോക്ടറെ കാണാൻ പോവാം. വേണ്ട. എങ്കിൽ പിന്നെ നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഐസ്ക്രീം കഴിക്കാൻ പോവാം. വേണ്ട വേണ്ട, നമുക്കെല്ലാവർക്കും കൂടെ അങ്ങ് പടവലത്തോട്ട് പോവാം. എവിടെയും പോണ്ട,
എല്ലായിടത്തും അമ്മൂമ്മ കാണും. മക്കളെ അമ്മൂമ്മയൊന്നും ഇല്ല, മക്കൾക്ക് പേടിച്ചോണ്ട് തോന്നുന്നതാണ്. മക്കള് കുറച്ചേരം കിടന്നുറങ്ങേ, അപ്പൊ എല്ലാം ശരിയാവും കേട്ടാ. ആണോ? ആ, ഞങ്ങൾ ആരെങ്കിലും ഇവിടെ ഇരിക്കണോ? വേണ്ട, കേശവൻ ഇരുന്നാ മതി. എടാ നീ കുഞ്ഞിന്റെ അടുത്തിരിക്കണേ. ചേട്ടാ, ഞാൻ ഉറങ്ങി കഴിഞ്ഞാലും ചേട്ടൻ പോവല്ലേ. ചേട്ടനോട് ഇരുന്ന് കഴിഞ്ഞാ എന്നെ പേടിപ്പിക്കാൻ ആരും വരത്തില്ല. ചേട്ടനുണ്ടെങ്കി എനിക്കൊരു ധൈര്യ. മക്കളെ സംഭവേ ഒരു അമ്മൂമ്മ വന്നല്ലേ മക്കളെ പേടിപ്പിച്ചേ. ആ അമ്മൂമ്മയായിട്ട് വേഷം കെട്ടി വന്ന ചേട്ടനാ. സത്യമായിട്ടും മറ്റേ അയച്ചു വെച്ച വിഗും സാരിയൊക്കെ ഇട്ടിരിപ്പുണ്ട്. അമ്മൂമ്മയുടെ സാരി എടുത്തിട്ട് വന്നേ. മക്കളെ സംഭവം എന്താന്ന് വെച്ചാലേ, ഇതിപ്പം നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞല്ലേ അങ്ങോട്ട് പോയല്ലെന്ന്. അതിന് കാരണം എന്തുവാ? അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പാമ്പ് കാണും, പിന്നെ ചതുപ്പാണ്, പാറമടയാണ്, നമുക്ക് കൊല്ലം പറ്റി പോയി കഴിഞ്ഞാൽ നമുക്ക് സഹിക്കൂ. അപ്പോ മക്കള് അപ്പൊ അമ്മൂമ്മ പറഞ്ഞൊരു കാര്യം ചെയ്യണം, നീ വിളിച്ചോണ്ട് പോകുമ്പോ 2 അടിയൊക്കെ കൊടുക്കാൻ പറഞ്ഞു. പക്ഷെ എനിക്ക് അടിക്കാൻ മനസ്സിലായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ചെറുതായിട്ടൊന്ന് പേടിപ്പിച്ച കുഴപ്പമൊന്നും കാണില്ലെന്ന്. ശരി, ഇങ്ങനെ ഒന്ന് അവസാനിക്കുന്നത് ഞാൻ കണ്ട സോടാ. ചേട്ടൻ സോറി ഒന്നും പറയണ്ട. ചേട്ടൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയണ്ടല്ലേ ചേട്ടനെ പേടിപ്പിച്ചേ. കുഴപ്പമില്ല, ഞാൻ ഇനി അങ്ങോട്ട് പോകത്തില്ല. ഉറപ്പാണ്? എന്നാ എന്റെ മകള് കിടന്നു. മകളെ പേടിക്കണ്ട, മാടനും ഇല്ല, മറുതിയില്ല, ഒരു അമ്മൂമ്മയില്ല. ഓക്കെ, അത്രേ ഉള്ളു. ചേട്ടൻ മാത്രമേ ഉള്ളൂ. ചേട്ടൻ അവിടെ ഇരിപ്പുണ്ട്. ആ കിടന്നു. ചേട്ടാ, ഓ ചേട്ടന് അമ്മൂമ്മയുടെ വേഷമില്ലേ നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു. അതിപ്പോ ആലോചിക്കുമ്പോഴേ എനിക്ക് ചിരി വരും. മുമ്പ് കിളവൻ കേശു, കിളവ് കേശു.